എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഉഷയെ ഒന്ന് കാണണം. വേണ്ട. മുംബൈ പോലീസുകാരെ എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ സാക്ഷ്യത്തിൽ വഴങ്ങി ഞാൻ സമ്മതിച്ചേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കണ്ട. മേലാൽ അവളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്നു പോകരുത്. ആ ബന്ധം നടക്കില്ല. നടക്കും സാർ. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇല്ല, അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. താൻ എന്തിനാ ഭാവം? എനിക്ക് ഉഷയോട് സംസാരിക്കണം. അവളെ കണ്ടിട്ടേ ഞാൻ പോകൂ. അവളുടെ അച്ഛനെ ധിക്കരിച്ച് തന്നെ സ്വീകരിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു മകൾ എനിക്കില്ല. ഉഷ ഇത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ? ജാമ്യത്തിനല്ലേ ഇയാൾ ഇറങ്ങി വന്നത്. കേസ് കിടപ്പല്ലേ. അങ്ങനെ ഒരു കൊലയാളിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കില്ല. ഉഷേ, ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറണ്ട. മാറണ്ട. ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കളറാസ്കൽ, നിനക്ക് വട്ടാണതാ. ആ കൊള്ളാം. അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ പാതിരിക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ? ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ? ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോട് നിന്നെ വഴക്ക് പറയല്ലേ? എന്നെ ആരും പറയില്ല. ആരും. ഹലോ, യെസ്, ആരാ? നിന്റെ തന്ത. എന്തായി പറയുന്നത്? ഇപ്പോഴോ? ആരാ ചേച്ചി? അത് ജ്യോതി പോയി കിടന്നോളൂ. ഇവിടെ എന്താ കുഴപ്പം? എനിക്കറിയാം. ആ ഇല്ലത്തിന്റെ അടുത്തുള്ള വീടല്ലേ. ഞാൻ വരില്ല. ഇതിനേക്കാളും നാറിയ തേർഡ് റേറ്റ് ലോഡ്ജ് മുറി തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളോടി. വേണ്ട, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. എടി, എനിക്ക് കേൾക്കണ്ടാന്ന്. മാറി. I'm sorry. സാർ, കയറൂ. വണ്ടി വിടൂ. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാൻ വന്ന സ്ത്രീ? എങ്കിൽ ഇത് വെറും സ്ത്രീയല്ല. കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ ഏക മകൾ ഉഷ MA. ഇനി ഇവളെ പരിചയപ്പെടുത്താം. സീത. നാട്ടുകാരും വീട്ടുകാരും വെറുത്ത, സ്നേഹിച്ച പെണ്ണുപോലെ ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാനൊരിടം തന്നു. പിന്നെ പിന്നെ എല്ലാം തന്നു. എന്തായി കാണിക്കുന്നത്? രാത്രി മുഴുവൻ കുടിച്ചുല്ലേ, ഉറങ്ങാതെ? ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്. എന്നെ ഉറക്കാൻ. വാ. വാതിലടിക്കണ്ടേ? വേണ്ട. പുറത്തൊരാളിരിക്കുന്നു. ആദ്യം നീ എന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ,
ആ ഇല്ലം അവിടെ ഉള്ളവരെല്ലാം എനിക്കറിയാം. ഉം. അവര് കാണ്ടാച്ചിട്ടാ. ഓ എന്താടി കണ്ടാല് നാണവും മാനവും കേട്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല. ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പാ ഇല്ലത്തെ ഒരു അംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ. എല്ലാം പോയി. പ്രാന്തിളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അവനെന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇറങ്ങിപ്പോ. ദാ, പോ. എടി, പോ. സാർ, ഈ പാതിരായ്ക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കോളാം. അതുവരെ ഇവിടെ പുറത്തെവിടെയെങ്കിലും പോയി കിടക്കടി. അവള് പോയി. ഇവിടെ നിന്നാ കുളിച്ചു മാറിയത്. ആളുകൾ പറയണത് വെറുതെ അല്ലാട്ടോ. അവള് പിഴയാ, പോലീസ് സേവക്കാരിയാ. പാട്ടി. ഒരപേക്ഷയുണ്ട്. തനിച്ചാവുമ്പോ എന്താ അച്ഛാ വിളിച്ചോളൂ, പട്ടീന്നോ പൂച്ചയെന്നോ. പക്ഷേ ആളുകളുടെ മുമ്പിന്ന് തിരുമേനിന്ന് എന്നെ വിളിക്കണം കേട്ടോ. തന്റെ മേനി കണ്ട അങ്ങനെ തോന്നണ്ടേ? കഷ്ടാണേ. എപ്പോഴാ അവിടെ പോയത്? ഇപ്പോ ഇല്ലത്തേക്കാ. രാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ, അവിടെ നിന്ന് ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ്. രാധ. അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, ആശുപത്രി കൊണ്ടുപോയിട്ടും കാര്യമില്ല. അവർ തച്ച് കൊല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചു വിട്ടാൽ വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് വിടും. കൊല്ലും എന്ന് പറഞ്ഞു. അച്ഛൻ തിരുമേനി എവിടെ? വക്കീലിനെ കാണാൻ പോയി. കഴിഞ്ഞില്ലേ കേസ്? ഇല്ല, ഇനിയും കോടതി ഉണ്ടല്ലോ. എന്റെ അനിയനെ കൊന്നവരെ അങ്ങനെ വിടില്ല, എല്ലാം വിറ്റ് നശിച്ചാലും. ആ അതിരിക്കട്ടെ, സീത ഉടനെ ഇത്ര കാലത്ത്? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇരിക്കെ, ഞാൻ കാപ്പിട്ടുണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. എത്ര കാലമായിട്ട് കണ്ടിട്ട്? ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വന്ന കാരണം പഠിപ്പ് മുടങ്ങിയ കുട്ടികളെ കളിച്ചോളൂ, ഞാൻ ചൊല്ലിത്തരാം.